നമസ്കാരം. അത്ഭുതകരമായ ജനവിധിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉറച്ച ബി.ജെ.പി. മണ്ഡലങ്ങളെന്ന് കരുതുന്ന ഇടങ്ങളിലാണ് അവർക്ക് ഈ തോൽവി ഉണ്ടായത് എന്നതാണ് അത്ഭുതമുണ്ടാക്കുന്ന ഒന്നായി അവയെ മാറ്റുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ബി.ജെ.പിക്കാരൻ അല്ലാത്ത ഒരാൾ വിജയിക്കുന്നത്. ഫൂൽപൂരിലേതും ചെറിയ തിരിച്ചടിയല്ല. കടുത്ത ശത്രുക്കളായിരുന്ന സമാജ്വാദി പാർട്ടിയും ബി.എസ്.പിയും ഒന്നിച്ചു നിന്നതിന്റെ ഫലമാണ് ഇത് എന്ന വിലയിരുത്തൽ പ്രാഥമികമായി തന്നെ നടത്താവുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല കാര്യം. പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന് ബി.ജെ.പിയെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തറപറ്റിക്കാനാകും എന്നത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയ സൂചനകൾ നൽകുന്നുണ്ട്. ബീഹാറിലെ അരാരിയ ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആർ.ജെ.ഡി. സീറ്റ് നിലനിർത്തിയതും വലിയ വാർത്തയാണ്. നിതീഷ് കുമാറുമായി സഖ്യമില്ലാത്ത ലാലു പ്രസാദ് ജയിലിലായിരിക്കെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് അവരുടെ ഈ വിജയം എന്നതും കണക്കിലെടുക്കുമ്പോൾ അവിടെയും ബി.ജെ.പിക്കുണ്ടായിട്ടുള്ളത് വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കാനാകും. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ ബി.ജെ.പി. ഇങ്ങനെ തോറ്റത്? ഈ തെരഞ്ഞെടുപ്പ് വിധി 2019 പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നൽകുന്ന സൂചനകൾ എന്താണ്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രധാനമായും ഈ ചർച്ച ഉന്നയിക്കുന്നത് എസ്.പി.ബി.എസ്.പി. സഖ്യം മോദി പ്രഭാവത്തിന് വെല്ലുവിളിയോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. എസ്.പി.ബി.എസ്.പി. സഖ്യം മോദി പ്രഭാവത്തിന് വെല്ലുവിളിയോ അതിന്റെ തെളിവാണോ ഈ കാണുന്നത് എന്ന്. നമ്മുടെ ചർച്ച പ്രധാനമായും 4 ചോദ്യങ്ങളിലൂന്നിയാണ് മുന്നോട്ട് പോവുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് തോറ്റു ബി.ജെ.പി. ഇവിടെ എന്ന പ്രാഥമികമായുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് തോറ്റു? രണ്ടാമത്തേത്, ബി.ജെ.പി. പ്രഭാവം മങ്ങുന്നോ? ബി.ജെ.പി. പ്രഭാവം രാജ്യത്ത് തന്നെയും മങ്ങുന്നതിൻ്റെ സൂചനയായിട്ട് തെളിവായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? എസ്.പി.ബി.എസ്.പി. സഖ്യം കളി മാറ്റുമോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. എസ്.പി.ബി.എസ്.പി. സഖ്യം പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്താകെ തന്നെ 2019 തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ്. ഒരു ഗെയിം ചേഞ്ചറായി മാറുമോ അത് എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. 2019 സൂചനകൾ എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത് എന്നതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീമതി ആനി രാജ, CPI നേതാവ്, ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ A. റഹീം, CPM നേതാവ്, എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ D. ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരും. ബി.ജെ.പി. നേതാവ് ശ്രീ B. ഗോപാലകൃഷ്ണനും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പി. നേതാവ് B. ഗോപാലകൃഷ്ണൻ തുടങ്ങാം. ശ്രീ ഗോപാലകൃഷ്ണൻ, അമിത ആത്മവിശ്വാസം കൊണ്ട് തോറ്റു. ബി.എസ്.പി. എസ്.പി. സഖ്യത്തെ വേണ്ട രീതിയിൽ കാണാൻ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കാണുകയാണുണ്ടായത്, അതുകൊണ്ട് ഈ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ് യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. എന്തുകൊണ്ടായിരിക്കണം? എന്തുകൊണ്ടാണ് ബി.ജെ.പി. അവിടെ തോറ്റത്? തോൽക്കാൻ പാടുണ്ടായിരുന്നോ അവിടെ? എന്റെ സനീഷേ, ജനാധിപത്യമല്ലേ, തെരഞ്ഞെടുപ്പല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. ജയിക്കണമെന്ന് സനീഷിന്റെ എത്ര വലിയ നിർബന്ധം? ഇതൊക്കെ സമൂഹത്തിൽ തോൽവിയും ജയവും ഒക്കെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലുള്ളതാണ്. ധാരാളം തോൽവി കണ്ട് അനുഭവിച്ച് ഞങ്ങൾ ജയിച്ചു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ 2 സീറ്റ് തോറ്റിട്ടുണ്ടാവാം. അത്ര വലിയ പ്രശ്നമൊന്നും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ വെപ്രാളമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെക്കാൾ വലിയ വെപ്രാളവും ഞങ്ങളിങ്ങനെ വളരുന്നതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന വെപ്രാളം കണ്ടാൽ അതിന്റെ പിന്നിലുള്ള കോൺസ്പിറസി മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. യു.പിയിൽ ചർച്ചയില്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചർച്ചയില്ല. എന്തിനാ കേരള മാധ്യമങ്ങൾ 2 സീറ്റ് പരാജയപ്പെട്ടപ്പോഴേക്കും നരേന്ദ്രമോദി തകർന്നു, ബി.ജെ.പി. തകർന്നു, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് നിങ്ങൾ? ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ബഹളവുമില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു വെപ്രാളവും ഇല്ല. ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അവിടെ എങ്ങനെ ജയിക്കുമെന്നുള്ളത് ഞങ്ങൾ നോക്കും. അത്രേ ഉള്ളൂ. അതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കളിലേക്ക്. ശ്രീമതി ആനി രാജ, ജയവും തോൽവിയും സാധാരണമാണ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇത് വളരെ സവിശേഷതയാർന്ന ഒരു തോൽവിയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധിയാണ് എന്ന് ദേശീയ മാധ്യമങ്ങളും നിരീക്ഷകരും എല്ലാം തന്നെ വിലയിരുത്തുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ അത്രയ്ക്ക് നിസ്സാരീകരിച്ച് കാണേണ്ടുന്ന കാര്യമാണോ ഇപ്പോഴത്തേത്? രണ്ട് കാര്യങ്ങളാണ് സനീഷ്. ഒന്ന്, 2 സീറ്റിൽ തോറ്റപ്പോഴേക്കും ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ സമ്മതിച്ചിരിക്കുകയാണ്. അതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ ജനാധിപത്യമാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2 സീറ്റ് തോറ്റപ്പോഴേക്കും. രണ്ടാമത്തെ കാര്യം, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനുണ്ടായ വെളിവ് പോലും
ഈ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം മുഖ്യമന്ത്രി UP മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഈ സഖ്യത്തെ കുറച്ചു കണ്ടു എന്ന് പറഞ്ഞ ഒരു സ്വയം വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ UP മുഖ്യമന്ത്രി. പക്ഷെ ആ ഒരു വിലയിരുത്തൽ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു അഹങ്കാരം, ആ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ ഈ 2 സീറ്റ് മാത്രമല്ല, കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള മിക്കവാറും 80% സീറ്റുകളിൽ BJP അല്ല ജയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ സീറ്റുകളിൽ BJP അല്ല ജയിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് 2 or 3 സീറ്റിന്റെ കാര്യം മാത്രമല്ല. അത് മാത്രവുമല്ല, ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം BJP മാറി പുതിയ ഒരാൾ ആ സീറ്റ് കൈയടക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, ഏതാണ് ആ സീറ്റ്? മുഖ്യമന്ത്രിയുടെ സീറ്റ്, ഉപമുഖ്യമന്ത്രിയുടെ സീറ്റ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന, രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും സീറ്റുകൾ അവരുടെ ആ പാർട്ടിക്ക് കൈമോശം വന്നുവെന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായ പ്രശ്നമായി കാണാത്ത കേരളത്തിലെ BJPയുടെ നേതാവ് ശ്രീ ഗോപാലകൃഷ്ണന്റെ ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്നതെന്ന് ശ്രീമതി ആനി രാജ, ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ അത് തിരുത്തുന്നുണ്ടോ? അത്രക്ക് നിസ്സാരീകരിക്കേണ്ടത് കാര്യമല്ല എന്ന് താങ്കൾക്കൊരു ബോധ്യമുണ്ടോ ഇപ്പോൾ? അദ്ദേഹം ടെലിഫോണിലേക്ക് തിരിച്ചു വരും. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട തോൽവിയാകുന്നത്? ഇത് 2019 തെരഞ്ഞെടുപ്പിലേക്കുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈ തോൽവി എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ടാണ് ഈ 2 മണ്ഡലങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ തോൽവി BJPക്ക് വളരെ വലിയ ആഘാതമായി വിലയിരുത്തേണ്ടത്? സനീഷ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 89 മുതൽ ഇപ്പോൾ അജയ് സിംഗ് ബിഷ്ട് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സൗണ്ട് ഒരു തകരാറുണ്ട്, അത് ഊരിക്കോളൂ, അത് ചെവിയിൽ നിന്നെടുത്ത് മാറ്റിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, നേരത്തെ ഇപ്പോൾ നമ്മൾ അജയ് സിംഗ് ബിഷ്ട് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് എന്നറിയപ്പെടുന്ന അദ്ദേഹം അധികാരത്തിൽ അല്ലെങ്കിൽ 89 മുതൽ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹമല്ല, BJP 89 മുതൽ ജയിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള അവേദ് മഹന്തായിരുന്നു അതിനു മുമ്പ് ജയിച്ചിരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലം. അതിനുശേഷം ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഗോരഖ്പൂർ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ലക്നൌവിൽ നിന്ന് കൂടുതൽ സമയം ചെലവഴിച്ചത് പോലും ഗോരഖ്പൂരായിരുന്നു. ഗോരഖ്പൂരിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയം എത്തിയപ്പോൾ എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമുദായിക മാറ്റങ്ങൾ UPയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നടത്തിയ നോൺ ജാട്ടവ് നോൺ യാദവ് ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. അഥവാ BSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മായാവതി പ്രതിനിധീകരിക്കുന്ന ജാഡവ് ദളിത് വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ള മറ്റ് ദളിത് വിഭാഗങ്ങളെ BJPയോട് ചേർന്ന് നിർത്തുക എന്നുള്ള പരിപാടി. അതേപോലെ തന്നെ SP നേതാവായ മുലായം സിംഗ് യാദവ് പ്രതിനിധീകരിക്കുന്ന പിന്നാക്ക വിഭാഗമായ യാദവ് ഒഴികെയുള്ള കുർമി, നിഷാദ് തുടങ്ങിയിട്ടുള്ള കുംഭാര തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലുള്ള മറ്റു പിന്നോക്ക സമുദായങ്ങളെ BJPയോട് അടുപ്പിച്ച് നിർത്തുക എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ നിർണായകമായ ഒരു സാമുദായിക സ്ട്രാറ്റജി ഇവർ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചിരുന്നു. അത് വളരെ വിജയകരമായി തീർന്നു. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടുത്തെ സാമുദായികമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ സമുദായങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വലിയ ഒരു തരത്തിലുള്ള അസംതൃപ്തി ഉണ്ട്. അത് സാമുദായികമായിട്ടും മാത്രമല്ല, അതൊരു ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അസംതൃപ്തി ഉണ്ടായി വന്നിട്ടുണ്ട്. ആ അസംതൃപ്തിയുടെ ഒരു തെളിവായിട്ടോ അല്ലെങ്കിൽ അസംതൃപ്തിയുടെ ഒരു ഭാഗമായിട്ടോ വേണം നമുക്ക് ഇതിനെ കാണാനായിട്ട്. അതിനോടൊപ്പം തന്നെയാണ് BSP സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നുള്ളൊരു പതിവ് BSPക്ക് ഇല്ല. BSP പക്ഷേ ആദ്യമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, അത് എല്ലാം വളരെ കൃത്യമായിരുന്നു, സമാജ്വാദി പാർട്ടിക്ക് പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നു. അതിനെപ്പോലുള്ള ഒരു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട
ഒരു കാര്യം അഖിലേഷ് സിംഗ് യാദവിന്റെ ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു നിഷാദ് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നിഷാദ് പാർട്ടിയുടെ സ്ഥാപകനായ ഡോക്ടർ നിഷാദിന്റെ മകനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ കിഴക്കൻ യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക ഒരു പിന്നോക്ക വിഭാഗങ്ങളിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നിഷാദ് സമുദായം. അവരെ മാത്രമല്ല അത് മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ചേർത്തിട്ട് അവരുണ്ടാക്കിയ നിഷാദ് പാർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കിഴക്കൻ യു പിയിൽ വളരെ നിർണായകമായ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എ റഹീം, അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തെരഞ്ഞെടുപ്പ് വിധിക്ക് കാരണമായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാകും, ജാതീയമായിട്ടും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, ഇങ്ങനെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു കാര്യം, അസംതൃപ്തി, നാട്ടുകാരുടെ അസംതൃപ്തി അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളോട് ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായ കാര്യമല്ല. ഇപ്പോൾ ത്രിപുരയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവിടെ വല്ലാത്ത തോതിൽ പരാജയപ്പെട്ടിരിക്കുന്നു CPM. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 10-30 വർഷമായിട്ട് അവിടെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു ജനവിധി ഉണ്ടായി. SP-യും BSP-യും പ്രഖ്യാപിതമായിട്ട് അതിരൂക്ഷമായി ശത്രുതയുള്ള രണ്ടാളുകൾ ഒന്നിച്ചു നിന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയുണ്ട്. അപ്പോൾ വല്ലാത്ത തോതിൽ BJP-യെ ഈ പരാജയത്തിൻ്റെ പേരിൽ ക്ഷീണിച്ചുപോയി അവർ എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? അല്ല, തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതല്ല. ഇപ്പോൾ നിങ്ങൾ ത്രിപുരയെ സാമ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ത്രിപുരയുടെ വിഷയത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് എവിടെയും വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള വിരുദ്ധ ശക്തികളുമായി, ദേശവിരുദ്ധ ശക്തികളുമായിട്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളുമായി, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ തന്നെയും വിലക്കെടുത്തുകൊണ്ട് അവർക്ക് നേടാനായ ഒരു വിജയം മാത്രമാണത്. ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജും കുറഞ്ഞിട്ടുമില്ല. കണക്കുകൾ നോക്കിയാൽ കാണുകയും ചെയ്യാം. അതിൽ നിന്നാണ് എനിക്കിതിലേക്ക് കണക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്ത് സ്ട്രാറ്റജിയായിരുന്നു അവർ ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രയോഗിച്ചത്? അദ്ദേഹം പറഞ്ഞു, വ്യത്യസ്ത ഗ്രൂപ്പുകളെ, സാമുദായിക ഗ്രൂപ്പുകളെ ഒക്കെ തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനായിരുന്നു അമിത്ഷാ UP-യിൽ 2014 മുതൽ തന്നെ നേതൃത്വം കൊടുത്തു വരുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതേപോലൊരു സ്ട്രാറ്റജി തന്നെയാണ് നേരത്തെ പരാമർശിച്ച UP-യിലും. കോൺഗ്രസിനെ, IPFT-യെ, ഇതുപോലുള്ള എല്ലാ ഗ്രൂപ്പുകളെയും വിലക്കെടുക്കുകയോ കൂടെ നിർത്തുകയോ ചെയ്തുകൊണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സ്ട്രാറ്റജി പരാജയപ്പെടുന്നിടത്തെല്ലാം BJP പരാജയപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, വിവിധ ഗ്രൂപ്പുകളെ പിടിക്കാൻ തങ്ങളോടൊപ്പം നിർത്താൻ ഒരുപാട് ശ്രമം നടത്തി ഗുജറാത്തിൽ, പക്ഷേ കിട്ടിയില്ല. അവിടെ തോറ്റതിനൊപ്പമാണ് അവർ ജയിച്ചു കയറിയത് എന്നുള്ളത് നമുക്ക് കാണാനാകും. അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ കണ്ടൻഷൻ ഇതാണ്, 25 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന RSS അവരുടെ പ്രത്യയശാസ്ത്രം കൊണ്ട്, അവരുടെ ആശയം കൊണ്ട് ഇപ്പോൾ ഭരണം തുടരുകയാണ്. ആ തമ്പിങ് മെജോറിറ്റിയിൽ ഭരണം തുടരുമ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങൾ കാട്ടി ജനങ്ങളെ ആകർഷിക്കാൻ, അതിലൂടെ തിരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കാൻ BJP കഴിയുന്നില്ല. അതിന് പകരം അവർ ചെയ്യുന്നത് അവർ യാന്ത്രികമായ വിജയം ചിലയിടത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ, അത് ദേശവിരുദ്ധ ശക്തികളാണെങ്കിൽ, ഇപ്പോൾ കാശ്മീരിലാകട്ടെ ത്രിപുരയിലാകട്ടെ എല്ലാം, ഇപ്പോൾ പണ്ട് ആന്ധ്രാപ്രദേശിൽ TDP കൊടുത്തിരുന്ന ഉറപ്പ് പ്രത്യേക പദവി അപ്പോൾ നമ്മുടെ രാജ്യത്തിന് പൊതുവിൽ സ്വീകാര്യമല്ലാത്ത, ഭരണഘടനാപരമല്ലാത്ത മുദ്രാവാക്യങ്ങളോടൊപ്പം പോലും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് BJP ജയിക്കുന്നത്. ഇവിടെ സാധിക്കുന്നില്ല. ഇതൊന്നും ഇങ്ങനെ ജനാധിപത്യത്തിലെ സർക്കസു കാട്ടി യാന്ത്രികതയിൽ ഒപ്പിച്ചെടുക്കുന്ന വിജയങ്ങൾ നീണാൾ വാഴില്ല. അതാണ്. അത് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ കേൾക്കാമെങ്കിൽ, അതായത് താങ്കൾ അത്രയ്ക്ക് നിസ്സാരീകരിച്ച് കാണരുത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ എന്നതാണ് പൊതുവിൽ സംസാരിച്ച ആളുകളെല്ലാം എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് വന്നൊരു കാര്യം. എന്തുകൊണ്ടെന്നാൽ 30 വർഷമായിട്ട് അവിടെ BJP-യുടെ ഏറ്റവും ശക്തമായിട്ടുള്ള മണ്ഡലം, യോഗി ആദിത്യനാഥ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അവിടെ ഉപമുഖ്യമന്ത്രിയുടെ മണ്ഡലം, അവിടെ വലിയ വിജയമുണ്ടായതാണ്. വലിയ വോട്ട് ബേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ ആ വോട്ട് പോലും കിട്ടാത്ത വിധം പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നത് തള്ളിക്കളയാവുന്ന സാഹചര്യമല്ല. താങ്കൾ അത് തിരുത്തുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ തള്ളിക്കളയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന വെപ്രാളമൊന്നും ആവശ്യമില്ല. എനിക്ക് റഹീമിന്റെ ഒക്കെ ഭാഷ കേൾക്കുമ്പോൾ ചിരി വരിക. റഹീമെ, ത്രിപുരയിൽ നിന്ന് നിങ്ങളുടെ ആ ത്രിപുരയിലെ പരാജയത്തിന്റെ ഞെട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഈ രണ്ട് BJP-യുടെ തോൽവി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ പറഞ്ഞ കോൺഗ്രസിനെ വിലക്കെടുത്തു. ത്രിപുര തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ജയിച്ച സ്ഥലത്തൊക്കെ ജയിച്ചത് CPM-ആണ് സാർ. നിങ്ങളതൊന്ന് പരിശോധിക്ക്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ അവിടെ പോയി സംസാരിച്ചതല്ല, അവിടെ അധ്യക്ഷൻ പോയി സംസാരിച്ചത് CPM-നെ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ താങ്കൾ ആ പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സനീഷിനെ കേൾക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഒരു അല്പം റേഞ്ച് പറഞ്ഞ സ്ഥലത്താണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, നന്നായി കേൾക്കാം. മറ്റൊരു കാര്യം, സനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഒരു മുന്നേറ്റമാണ് UP-യിൽ കാഴ്ചവെച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു 6 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 6ലും ഞങ്ങൾ വലിയ തോതിൽ വിജയിച്ചില്ല.
അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു ഇതൊരു യൂഫോറിയാണ്, നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഒരു യൂഫോറിയയിൽ UP തകർന്നുപോയി. ആ 2014 യൂഫോറിയ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇനി സ്കോപ്പില്ല, BJPക്ക് സ്കോപ്പില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ വന്നില്ലേ. ഈ പരാജയമൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. പക്ഷേ അത് ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. അതായത് ഈ തോൽവി മറ്റേതെങ്കിലും പരാജയം പോലെ അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അതിന് കാരണമുണ്ട്. ഈ പറയുന്ന 98 മുതൽ തുടർച്ചയായ 5 തവണ യോഗി ആദിത്യനാഥ് വിജയിച്ച മണ്ഡലമാണത്. തുടർച്ചയായ 5 തവണ അദ്ദേഹം ആ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെയും കിട്ടാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിൽ ഇരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്ക് ശേഷം ആ സ്ഥാനത്തേക്ക്, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്നല്ല, ഈ ഹിന്ദു വോട്ടുകളുടെ ഏറ്റവും അധികാര കേന്ദ്രത്തിലേക്ക് വരേണ്ടുന്നയാൾ എന്ന ബഹുമാനം കിട്ടുന്നയാളാണ് അദ്ദേഹം ആ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 5 തവണ അദ്ദേഹം ജയിച്ച സ്ഥലം, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ആൾ 3 തവണ വിജയിച്ച സ്ഥലം, ഒരു കാലത്തും തോൽക്കാത്ത ഇടം. അവിടെ തോറ്റുപോയത് മറ്റേതെങ്കിലും തോൽവി പോലെയല്ല. ഈവൻ താങ്കൾ ഉദാഹരിച്ച ത്രിപുരയിലെ തോൽവി പോലും അതിനോടുള്ള സമാനത ഉണ്ടാവുകയില്ല എന്ന് വിലയിരുത്തുന്നുണ്ട് ദേശീയ നിരീക്ഷകരൊക്കെ. അല്ല, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിരീക്ഷിക്കണം. യോഗി ആദിത്യനാഥ് അല്ലല്ലോ പരാജയപ്പെട്ടത്. ഞാൻ 2 കാരണം പറയാം. ഞാൻ അതിന് പറയുന്നതിന് മുമ്പ് എനിക്ക് വെക്കരുത്. എനിക്കൊരു കാര്യം ബഹുമാനപ്പെട്ട ആനിരാജയോടും കൂടി സൂചിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കൾ ചോദിച്ചതിന് ശേഷം പറയാം. ഒരു കാര്യം മനസ്സിലാക്കുക, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഹിന്ദു അടക്കമുള്ള പത്രത്തിൽ വന്നിരുന്നു. അവിടെ വിദ്യാർത്ഥി പരിഷത്തിന്റെ അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ സംഘടനാപരമായിട്ടുള്ള എന്തോ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ അറിയില്ല, കാരണം അത്തരം ഡീറ്റെയിൽസ് എന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്, ഗോരഖ്പൂരല്ല, വാജ്പേയിയുടെ ലക്നൌവിൽ ഞങ്ങൾ പരാജയപ്പെട്ടില്ലേ? അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോളസ്റ്റ് ലീഡറാണ് BJPയുടെ. ആ ടോളസ്റ്റ് ലീഡർ മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പരാജയപ്പെട്ടില്ലേ? എന്നിട്ടല്ലേ ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വന്നത്, ഞങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട വാജ്പേയി പ്രധാനമന്ത്രിയായത്. അപ്പൊ അതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ആ ചവിട്ടുപടികൾ കയറുമ്പോൾ ചില കല്ലുകൾ ഇളയും, ചില ചവിട്ടുപടികളിൽ വേദന ഉണ്ടാവും, തട്ടും. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പോകണം. തട്ടുന്നത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് സനീഷ നിർത്താം. നേരത്തെ ബഹുമാനപ്പെട്ട ആര്യരാജ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 2 സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ ജനാധിപത്യം ഞങ്ങൾക്ക് തോന്നി. ആര്യരാജ ഒരു കാര്യം മനസ്സിലാക്കണം. 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ കയറിയപ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ചുംബിച്ചുകൊണ്ടാണ് കയറിയത്. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ആജീവനാന്തം മുഴുവനും ഭരണഘടനയിലെ സ്വന്തമായി ഭരിക്കുവാനുള്ള ഭരണാധികാരിയായ ചൈനയിലെ ആൾക്കാരുടെ സമീപനമല്ല. ഞാൻ ഇടപെട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ ആവശ്യത്തിന് മറുപടി നൽകി കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ആ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് മാറരുത്. അല്പനേരം കൂടെ താങ്കൾ ടെലിഫോണിൽ അവിടെ ഉണ്ടാകണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ഗോപാലകൃഷ്ണൻ, അവിടെ തന്നെ നിൽക്കണം, മാറരുത്. ശ്രീമതി ആനി രാജ, ഇവിടെ തോൽവി ഉണ്ടാവുക എന്നത് ശരിയാണ്, തോൽവി ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്നാൽ ഇതുപോലെ BJPക്കെതിരെ വിജയമുണ്ടാക്കാനാകുമെന്ന് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് സന്തോഷമുണ്ടാക്കാവുന്ന സാഹചര്യമായിട്ടൊക്കെ ഇതിനെ കാണാം. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ഒരു പ്രാധാന്യത്തോടെ എടുക്കേണ്ടുന്നൊരു കാര്യം. ഈ പറയുന്ന തരത്തിലുള്ള തോൽവി എപ്പോഴും എവിടെയും ഉണ്ടാകാം. ഇപ്പോൾ ത്രിപുര എത്ര കാലമായി നിൽക്കുന്ന ഇടമാണ്, നന്നായി ഭരിക്കുന്നതാണ് എന്ന് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു, തോറ്റുപോയില്ലേ? അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും കേശവ് പ്രസാദ് മൗര്യയുടെയും മണ്ഡലം തോറ്റു, ശരിയാണ്, BJPയുടെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു, തോറ്റു. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇത് അങ്ങോട്ട് 2019 തെരഞ്ഞെടുപ്പിനുള്ള സൂചനയൊക്കെയാണ്, രാഷ്ട്രീയമായിട്ടുള്ള വൻ വിജയമാണ് എന്നൊക്കെ പൂർണ്ണമായി വിലയിരുത്തുന്നത് ശരിയായിരിക്കുമോ എന്ന ചോദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ മാത്രമല്ല ഉന്നയിക്കുക. മറുപടി എന്താകും? അല്ല, ഇതൊരു BJPയുടെ രാഷ്ട്രീയ പരാജയമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സനീഷ്. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് 2019 ഈ ഒരു വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് എല്ലാം അട്ടിമറി നടക്കുമെന്നൊന്നും ആരും വിലയിരുത്തിയിട്ടില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അതൊക്കെ വെച്ച് പരിശോധിച്ചാൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരു സാധ്യത തെളിഞ്ഞു വരും എന്നൊക്കെയുള്ള വിലയിരുത്തലുകളാണ് നടക്കുന്നത്. അതായത് ആരും ഫൈനൽ വെർഡിക്റ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ UPയിലെ വിജയം എന്ന് പറയുന്നത്, ഈ 2 സീറ്റുകളിലെ വിജയം എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ
ഭരണഘടനയ്ക്ക് ലഭിച്ച ഒരു വിജയമാണ്. കാരണം യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രി ആയി വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുള്ള പല നടപടികളും ഹിന്ദുമത വിശ്വാസികളെ പോലും അവിടെ ഒരു ആശങ്കയിൽ ആഴ്ത്തിയ, അവരുടെ നിലനിൽപ്പിനെ പോലും ആശങ്കയിൽ ആഴ്ത്തിയ നടപടികളാണ്. ഒന്ന് ഈ ഗോ രക്ഷാ ഗാങ്, അതേപോലെ തന്നെ മോറൽ പോലീസിംഗ് അല്ല, റോമിയോ സ്ക്വാഡ്, ഇതുപോലുള്ള ഒരുപാട് നടപടികൾ. ആ നടപടി അത് മാത്രമാണോ? അതേ മണ്ഡലത്തിലല്ലേ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ എത്രയോ കുഞ്ഞുങ്ങൾ ഓക്സിജൻ ലഭിക്കാതെ ആശുപത്രിയിൽ മരണമടഞ്ഞതും അതേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത് തീർച്ചയായും നേരത്തെ ശ്രീജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞ തവണ അവർ വിജയിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. അവർക്ക് ഒരുപാട് സീറ്റുകളും കിട്ടി, വിജയിച്ചു. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ജനങ്ങൾ കുറച്ചുകാലം ഇവർ കൊടുത്ത സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞ 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് തുടങ്ങി വെച്ചിട്ടുള്ള, അതുമുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, അത് ഡിമോണിറ്റൈസേഷൻ വഴി ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം വലിയ ആശ്വാസമാകുന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വന്ന, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളത്, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടിലൂടെ അവർ പ്രതികരിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടത്. അതല്ലാതെ വെറുതെ ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായികമായിട്ടുള്ള ഒന്നിച്ചുചേരലിന്റെ രണ്ട് പാർട്ടികൾ ചേർന്നതിന്റെ ഒരു മാത്രം ഫലമായിട്ട് കാണേണ്ടതില്ല എന്നുകൂടെയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ അരാരിയയിൽ, ബീഹാറിൽ ഈ പറയുന്ന നിതീഷ് കുമാറിനൊപ്പം BJP ചേർന്നിട്ട്, നിതീഷ് കുമാറിനൊപ്പമായിരുന്നപ്പോൾ RJDക്ക് കിട്ടിയിരുന്ന സീറ്റ് RJD ഒറ്റക്ക് നിലനിർത്തിയിരിക്കുകയാണ്, ലാലു പ്രസാദ് ജയിലിലായിരിക്കെ. അത് ഈ പറയുന്ന അവർ പറയുന്ന ശ്രീമതി ആനി രാജ സൂചിപ്പിക്കുന്നത് പോലുള്ള രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടത്തെയോ പാർട്ടികളെയോ ഒന്നിച്ച് വിന്യസിച്ച് മുന്നണികൾ ഉണ്ടാക്കിയത് കൊണ്ടോ സഖ്യമുണ്ടാക്കിയത് കൊണ്ടോ മാത്രമല്ല, ഈ സർക്കാരുകളുടെ ഭരിക്കുന്നവരുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം കൂടെ ഈ വിധിയിലുണ്ട് എന്നാണ്. ആ നിലക്ക് കൂടെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നാണ്. അല്ല, അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും, വാണി രാജയോട് പറയൂ, ത്രിപുരയിലെ BJPയുടെ ജയം അവിടുത്തെ നയത്തിന്റെയും മാണിക് സർക്കാരിന്റെ രാജ്യവിരുദ്ധ നയങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധ നയങ്ങളുടെയും മതേതരത്വപരമായിട്ടുള്ള നയങ്ങളുടെയും എല്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ വിജയമായിരുന്നു BJPക്ക് കിട്ടിയതെന്ന് അംഗീകരിക്കാൻ തയ്യാറാണോ ആനി രാജ? ആദ്യം അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം. എന്നിട്ട് വരാം താങ്കൾ. അതല്ല, ഇതൊക്കെയാണല്ലോ ഇവർ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കൂ, ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം CPM നേതാവാണല്ലോ, അടിയുണ്ടായത്. അതുകൊണ്ടാണ് പറയൂ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളെയാണ് കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആനി രാജ ആദ്യം തന്നെ, ആനി രാജ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ആനി രാജ ആദ്യം തന്നെ ത്രിപുരയിലെ വിജയം ജനാധിപത്യപരമായിട്ടുള്ള BJPയുടെ നയപരമായിട്ടുള്ള ഡിമോണിറ്റൈസേഷന് ജനങ്ങൾ അംഗീകരിച്ച വിജയമാണ് എന്ന് അംഗീകരിക്കാൻ ആദ്യം തയ്യാറാവട്ടെ. ഒരു വിജയം അംഗീകരിക്കാൻ തയ്യാറല്ല, മറു വിജയം അംഗീകരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ അവരോട്, ആനി രാജയോട് ചോദിക്കട്ടെ ശ്രീ ഗോപാലകൃഷ്ണൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ആനി രാജ, അദ്ദേഹം ഉന്നയിക്കുന്ന അതേ വിഷയമാണ്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രണ്ട് തോൽവികളെയും രണ്ടായി കാണുന്നത്? ഗോരഖ്പൂരിലെ മത്സരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഓക്സിജൻ കിട്ടിയിട്ട് ആളുകൾ മരിച്ചുപോയി. ഈ ഓക്സിജൻ കിട്ടാതെ പോയത് 1957 മുതലാണ്. അപ്പൊ അതിനുശേഷം ഇഷ്ടമായി എല്ലാ കാലഘട്ടത്തിലും നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോകുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ആനി രാജ, അവിടെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ രോഷം കൊണ്ടാണ് അവിടെ BJPയെ തോൽപ്പിച്ചതെങ്കിൽ, അതാണ് പ്രധാനപ്പെട്ട കാരണമെങ്കിൽ ത്രിപുരയിലും അത് തന്നെയല്ലേ നടന്നിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി? രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ അശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം, താങ്കൾ കേൾക്കുന്നില്ലേ? ഒരു നിമിഷം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ആനി രാജ. സനീഷ്, അവിശുദ്ധവും അധാർമികവുമായ മാർഗങ്ങളിലൂടെ പല സംസ്ഥാനങ്ങളിലും BJP, അത് മണിപ്പൂരിലായിരുന്നാലും ഗോവയിലായിരുന്നാലും മേഘാലയയിലായിരുന്നാലും ഭരണത്തിലേക്ക് വന്നതിന്റെ ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് ആക്ച്വലി ത്രിപുരയിൽ നടന്നത് എന്നുള്ളത്, എന്താണ് ത്രിപുരയിൽ നടന്നത്? ഗോപാലകൃഷ്ണന് കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിൽ കേൾക്കണ്ട, ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് ഉറക്കെ അട്ടഹസിക്കാം. പക്ഷേ ത്രിപുരയിൽ എന്താണ് നടന്നത്? അവിടെ പല ആളുകളെയും പാർട്ടി മാറ്റിക്കൊണ്ട് ആ ആളുകളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ അധാർമികമായ രീതിയിൽ
പണമൊഴുക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ മന്ത്രിസഭ മുഴുവനും അവിടേക്ക് ചെന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പണമൊഴുക്കിക്കൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ സ്വാധീനിച്ചു, ഭയപ്പെടുത്തി സ്വാധീനിച്ച ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം കാണാതെ ത്രിപുരയിലേത് ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ഈ പറയുന്ന ത്രിപുരയിൽ IPFT എന്ന് പറയുന്ന വിഘടനവാദ ഗ്രൂപ്പ്, ടിപ്ര ലാൻഡ് എന്ന് പറയുന്ന ഒരു ലാൻഡിന് വേണ്ടി വിഘടനവാദ മൂവ്മെന്റ് നടത്തുന്നവരുമായി നിങ്ങൾ കൈകോർത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിജയം ഉണ്ടാകുമായിരുന്നോ? 2, അവിടുത്തെ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായ കോൺഗ്രസിനെ വിലക്കെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ വിജയം ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടും നിങ്ങൾ നോക്കൂ, നിങ്ങൾ ജനവിരുദ്ധ ഭരണത്തിന്റെ അടയാളമല്ലേ എന്ന് ചോദിക്കുന്ന ത്രിപുരയിൽ എന്തേ ആ മണിക് സർക്കാരിന് നേതൃത്വമുള്ള ലെഫ്റ്റ് മൂവ്മെന്റിന് വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞില്ല? എന്തേ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞില്ല? എന്തേ നിങ്ങൾക്ക് വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഖരഗ്പൂരിലാണെങ്കിലും ഫൂൽപൂരിലാണെങ്കിലും ഒക്കെ, മറ്റുള്ളിടത്താണെങ്കിലും അങ്ങനെ, അരാരിയിലാണെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ത്രിപുരയിൽ അവർ ഈ പറയുന്ന വോട്ട് മാറിയിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിശുദ്ധമെന്ന് അവർ കരുതുന്ന സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്താ ഈ നാടകം കളിക്കാനും ഗാനമേള കളിക്കാനും പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളതിലേക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അവരുടെ പാർട്ടി ഓഫീസ് BJPക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പാർട്ടി ഓഫീസിന്റെ ചുവപ്പ് മാറ്റി പച്ചയും കാവ്യയും ആക്കി വരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ വരുന്നു. അത് ഈ പാർട്ടിയുടെ വിശ്വാസം കൊണ്ടാണ്, ഈ പാർട്ടിയുടെ ഭാവി കൊണ്ടാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ട് അതിനു മുമ്പ് ഒരു ചോദ്യം കൂടെ. അതായത് ഞാൻ ഈ കാര്യം എല്ലാവരും രാഷ്ട്രീയത്തെ താങ്കൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളെല്ലാം അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സമ്മതിക്കുമ്പോൾ തന്നെയും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഭരിക്കുകയാണ് ഈ പറയുന്ന ഗോരഖ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസിയാണ്, ബഹുമാന്യനാണ്, എത്രയോ വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹം അവിടെ തോറ്റുപോകുന്നു. ഫൂൽപൂരിൽ ഉപമുഖ്യമന്ത്രിയാണ്, എല്ലായ്പ്പോഴും ജയിക്കുന്ന മണ്ഡലമാണ്, തോറ്റുപോകുന്നു. അരാരിയയിൽ എന്തായാലും ജയിക്കേണ്ടതായിരുന്നു, BJP ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ശ്രീ യോഗി ആദിത്യനാഥ് തന്നെയാണ് പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡ്രസ് റിഹേഴ്സലാണ് ഇത് എന്ന്. തോറ്റുപോകുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛാദിന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും തോറ്റുപോകുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ. ആ തോൽവി വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിലേക്ക്, BJP അങ്ങ് താഴെ പോകാനും പോലും മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് സതീഷ് BJP തോറ്റു നിങ്ങൾ മൈക്രോഫോൺ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാലൊന്നും ഞങ്ങൾ തോൽക്കുകയാണ്. 1, 2, 3 സ്ഥലത്ത് തോൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. ഞാൻ നേരത്തെ ലക്നൌവിലെ വാജ്പേയിയുടെ കാര്യം പറഞ്ഞില്ലേ, എത്രയോ സ്ഥലത്ത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയം ഉണ്ടായിട്ടുണ്ടാവാം. ഇന്ന് ഞങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ജയിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റ് ജയിച്ചു വന്നവരാ. അല്ലാതെ CPM-നെ പോലെ എന്താ പറയാ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നത്, അതുപോലെ 7 സംസ്ഥാനങ്ങൾ ഭരിക്കുകയും ചെയ്തിട്ട് ലോകത്തിലെ 3 രാജ്യങ്ങൾ ഭരിച്ച് അവസാനം ഇന്ത്യ മഹാരാജ്യത്തിൽ പോകരുത്. ഞാൻ താങ്കളിലേക്ക് വരാം. ചർച്ച തുടരുകയാണ്. ശ്രീജിത്ത്, ഇവിടെ 80 സീറ്റുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കളമാണല്ലോ ഉത്തർപ്രദേശ്. അവിടെ 73 സീറ്റിലും കഴിഞ്ഞ തവണ BJP ജയിച്ചതാണ്. അവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവിടെ നിന്ന് വന്നതാണ്. അവിടെ കളി മാറ്റുകയാണോ SP-BSP സഖ്യം? ആ സഖ്യം മാറുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ BJPക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രധാനപ്പെട്ട പൊതുതെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് എത്താനാവുകയില്ല എന്ന സാഹചര്യം യാഥാർത്ഥ്യമാകുമോ? അത് വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെ കൗതുകത്തോടു കൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. UP-യിൽ BSPയും SP-യും എന്തായിരിക്കും ഒരു നിലപാടെടുക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അഖിലേഷ് സിംഗ് യാദവ് മായാവതിയോട് പരസ്യമായി അദ്ദേഹം ഒരു സഹായം അഭ്യർത്ഥന ശ്രമിച്ചതാണ്, ഒരുമിച്ച് മത്സരിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം വെച്ചതാണ്. പക്ഷെ ആ സമയത്ത് മായാവതി അതിന് തയ്യാറായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ മായാവതി അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിശാല മനസ്കത കാണിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെ പിന്തുണയ്ക്കാം എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏറ്റവും വലിയ വിജയം ഇവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമ്പോൾ, അതായത് 403 നിയമസഭാ മണ്ഡലങ്ങളിൽ 325 എണ്ണം BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി നേടുന്ന സമയത്ത് വരെ BJPക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 39.6%. 22.5% BSPക്കും 21.7% SP-ക്കും ഉണ്ട്.
അഥവാ SP-യും BSP-യും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനമായിട്ട് UP-യിൽ മാറും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതുകൂടാതെ തന്നെയാണ് അവിടെയുള്ള ഒരു 19% വരുന്ന അവിടുത്തെ മുസ്ലിം ജനസംഖ്യ. നമുക്കറിയാം ആ 19% മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ UP-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സംഖ്യയാണ്. ഏതാണ്ട് 4 കോടിയിലധികം മനുഷ്യരുണ്ട്. ആ 4 കോടിയിലധികം വരുന്ന മനുഷ്യരെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പറ്റി പോലും തയ്യാറാക്കുന്നത്. ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഈ 403 മറ്റേ സീറ്റുകളിൽ ഇല്ല എന്നുള്ള തരത്തിലേക്ക് അങ്ങനെയാണ് അവർ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. അപ്പോൾ ഭയചകിതരായിട്ടുള്ള ഒരു മുസ്ലിം വിഭാഗം ഇതേപോലെ കോൺഗ്രസിനും SP-ക്കും BSP-ക്കുമായിട്ട് അവരുടെ വോട്ടുകൾ ചിതറിപ്പോയിട്ടുണ്ടായിരുന്നു. അവരെവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിവില്ലാതെ അല്ലെങ്കിൽ അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത തരത്തിലേക്ക് വോട്ട് ശതമാനം ചിതറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നയപരമായിട്ട് രൂപവത്കരിക്കാൻ അല്ലെങ്കിൽ ഒന്നിച്ച് ചേർക്കാൻ SP-ക്കും BSP-ക്കും കഴിയുകയും കോൺഗ്രസ് ഇപ്പോൾ ചെയ്ത പോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതെ ഒരു രാഷ്ട്രീയ സഖ്യം എന്നുള്ള രീതിയിൽ അവിടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ UP-യിൽ വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ അവിടെ മാറിയിട്ടുള്ള സാമുദായിക സംഘടനകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. കാരണമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ ഭരിക്കുന്ന SP-ക്കും BSP-ക്കും എതിരായിട്ട് പ്രത്യേകിച്ചും 5 വർഷം അപ്പോൾ അഖിലേഷ് സിംഗ് യാദവിന്റെ സർക്കാർ ഭരിക്കുകയായിരുന്നു. ആ ഭരണത്തിനെതിരായിട്ട് ഒരു വികാരം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ യാദവർക്ക് മാത്രമാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും അഖിലേഷ് സിംഗ് യാദവിന്റെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വ്യാപകമായ ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മായാവതിക്കെതിരെ നേരത്തെ ജാഡ വിഭാഗത്തിനൊഴിച്ചുള്ള മറ്റ് ദളിത് വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹായവും മായാവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സർക്കാർ വളരെ പരാജയമായിരുന്നു. ഈ 2 പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പരിഹരിച്ച് കാണുന്നുണ്ട്. അഥവാ നോൺ ചാട്ട ദളിതരും നോൺ യാദവ് OBC വിഭാഗക്കാരും ഇപ്പോൾ ആ BJP-യുടെ അന്നത്തെ ഒരു വലയത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി ആനി രാജ, അവിടെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിശകലനങ്ങൾ വെച്ച് അല്ലെങ്കിൽ ആ നിലക്ക് പോവുകയാണെങ്കിൽ ഈ SP-BSP സഖ്യമൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടി BJP-ക്ക് കൊടുക്കും, ഇതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ കാര്യങ്ങൾ പോവുക. അവിടെ ഇതിനുള്ള മറുമരുന്ന് കൂടെ BJP കണ്ടിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത്, ഇത്രയും കാലം ശത്രുക്കളായിരുന്ന SP-യും BSP-യും തമ്മിലുള്ള സഖ്യം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ വരും ദിവസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാൻ സാധിക്കുമോ? എന്നിരുന്നാൽ തന്നെയും ഇനിയിപ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യമുണ്ടായാൽ രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉയർത്താൻ രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനുണ്ടെന്ന് പറയുന്ന പരാജയങ്ങൾ നാട്ടുകാരോട് പറയാനുള്ള ശക്തി ഉണ്ടാകും. ആ നിലക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിൻ്റെയും കൂട്ടായ്മകളുടെയും പ്രവർത്തനം എന്ന് വിലയിരുത്താവുന്ന സാഹചര്യമാണോ ഉള്ളത്? രാഷ്ട്രീയമായിട്ടുള്ള വിധിയാണെന്ന് പറയുമ്പോൾ തന്നെയും ഈ സഖ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് വരും ദിവസങ്ങളിലും തുടരാൻ സാധിക്കുന്നതാണ് എന്ന് ഉറപ്പുണ്ടോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ചർച്ചയിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയുകയാണ്. ഒന്ന്, ഈ രാജ്യത്തെ പാർലമെന്റിൽ ശ്രീമതി രേണുക ചൗധരി ചിരിച്ചപ്പോൾ അതിന് പ്രധാനമന്ത്രി കമന്റ് ചെയ്ത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അസ്വസ്ഥത ഉളവാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിൽ അട്ടഹസിക്കുന്നതിന് ആ രീതിയിലുള്ള കമന്റ് പറയാനുള്ള സംസ്കാരം എന്റേതല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. രണ്ടാമത്തെ വിഷയം, CPM-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ത്രിപുരയിൽ രാജ്യദ്രോഹ ശക്തികളുമായി ദേശവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടി നേടിയ വിജയമാണ് എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തെ അല്ലെങ്കിൽ ആ ആരോപണത്തെ ആ സത്യത്തെ വളരെ ലാഘവത്തോടെ മറികടക്കുകയാണ്. അതിനൊരു ഉത്തരമില്ലാതെ BJP നിൽക്കുന്നു എന്നുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചില സൂചനകൾ നൽകുന്നുണ്ട്. ഈ രാജ്യത്ത് കഴിഞ്ഞ 4 വർഷമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ, ചെറുപ്പക്കാർക്ക് 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഓരോ വർഷവും ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അവസാനം പക്കാവട ചുട്ടോളുക അല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുത്തോളൂ, അതും ഒരു തൊഴിലാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ പരിഹസിക്കുന്ന സമീപനം സ്വീകരിച്ചത്, ആ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, അതോടൊപ്പം തന്നെ
തൊഴിൽ നഷ്ടപ്പെട്ടവർ ലക്ഷക്കണക്കിനാണ് ഈ രാജ്യത്തുള്ളത്. ഈ BJPയുടെ പല നടപടികൾ കൊണ്ടും ഡിമോണിറ്റൈസിങ്, GST പോലുള്ള നടപടികൾ കൊണ്ട് തൊഴിൽ നഷ്ടമുണ്ടായവർ ലക്ഷക്കണക്കിനാണ്. അതേപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും. സോഷ്യൽ സെക്ടറിലെടുത്ത് പരിശോധിച്ചാൽ വലിയ പ്രചാരണം കൊടുത്തുകൊണ്ട് മോഡി കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യരംഗത്ത് കൊണ്ടുവരുന്ന അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ലായെങ്കിൽ അത് ലഭ്യമാക്കാനുള്ളതല്ല ആ മോഡി കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളൊക്കെ ശരിയായ രീതിയിൽ താഴെ തട്ട് വരെ ഒന്നിച്ചു നിന്ന് പ്രചാരണം നടത്തിയാൽ പരാജയപ്പെടുത്താൻ പറ്റും ഈ ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഒരു സൂചന എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചു വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ ഈ വലിയ തോതിൽ ത്രിപുരയിലടക്കമുള്ള വൻ മുന്നേറ്റത്തിൽ ആകെ ഭയന്ന് നിന്ന പ്രതിപക്ഷം ആകെ തന്നെയും ഒന്ന് ഉണർന്നു വരുന്ന സാഹചര്യങ്ങൾ 2-3 ദിവസങ്ങളിലായിട്ടുണ്ട്. ഒന്ന്, ഈ കിസാൻ കർഷകരുടെ മാർച്ച് വലിയ തോതിലുള്ള വിജയമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത് ഇവിടെ പ്രധാനപ്പെട്ട തോൽവി ഉണ്ടായിരിക്കുന്നു. ആ നിലക്ക് പ്രതിപക്ഷത്തെ ആകെ തന്നെയും ഒന്നിച്ചു നിന്നാൽ BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നൽകാനെങ്കിലും ഈ വിധി കാരണമായിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടതല്ലേ? അത് ഈ വരുന്ന 2019 തെരഞ്ഞെടുപ്പിലേക്ക്, പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ ശക്തി പകരും എന്ന കാഴ്ചയെ ഒട്ടും ഭയപ്പെടാതെ കാണുന്നത് ശരിയായിരിക്കുമോ? 3 കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നിരയിൽ ആത്മവിശ്വാസവും ശക്തിയും അവരുണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയമില്ല. അവരുണ്ടാവട്ടെ. ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം, എങ്കിലേ ജനാധിപത്യം മുന്നോട്ട് പോകൂ. ചൈനയെ പോലെ പ്രതിപക്ഷമില്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറാൻ പാടില്ല. അത് ചൈനയും റഷ്യയൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യ ഒരു പ്രതിപക്ഷ ശക്തിയോട് കൂടിയിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമായി തീരട്ടെ. അതുകൊണ്ട് അവർ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ കർഷക മാർച്ചിനെ എത്ര മനോഹരമായിട്ടാണ് ബോംബെ ഗവൺമെന്റ്, മഹാരാഷ്ട്ര ഗവൺമെന്റ് അത് കൺവിൻസ് ചെയ്ത് ആ കർഷകരോട് എടുത്ത സമീപനം എന്താണെന്നൊന്നും അറിയാം. അതേസമയത്ത് കേരളത്തിലെ, റഹീം മറുപടി പറയട്ടെ, കേരളത്തിലെ കർഷകര് തലശ്ശേരി, തളിപ്പറമ്പ്, കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കിടക്കുക, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുക ഈ രാത്രിയിലും. അവിടെ BJP ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഉപരോധം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും വയലിനുള്ളിൽ കൂടി പാവപ്പെട്ടവരുടെ ഒരു സിംഗൂര് പോലെ ഇപ്പോ തലശ്ശേരി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ത്രിപുരയുടെ കാര്യം പറയുമ്പോൾ അനിരാജ വിഷമിച്ചിട്ട് കാര്യമില്ല. ത്രിപുരയിലെ ജനങ്ങൾ CPM-നെ വേണ്ടാന്ന് വെച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേണ്ടാന്ന് വെച്ചു. അതിന് ഞങ്ങളെ കുറ്റക്കാരില്ല, നിങ്ങളാണ് അതിന്റെ കുറ്റക്കാര്. അതവിടെ കിടക്കട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം ശ്രീ ഗോപാലകൃഷ്ണ, ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ഗോപാലകൃഷ്ണ, ഒരു കാര്യം ഒന്ന് വഴങ്ങാമോ? ഒറ്റ കാര്യം, അങ്ങയുടെ അനുമതി. എന്തേ ത്രിപുരയിലെ വോട്ടിംഗ് പെർസെന്റേജ് കുറയാത്തത്? താങ്കൾ തീർത്തോളൂ ശ്രീ ഗോപാലകൃഷ്ണൻ. എന്താണ് ത്രിപുരയിലെ വോട്ടിംഗ് ശതമാനം കുറയാത്തത് എന്ന ചോദ്യം അദ്ദേഹം ഉപചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. വോട്ടിംഗ് ശതമാനം, ഗോവയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലല്ലോ BJPയുടെ. പിന്നെ എന്തിനായിരുന്നു റഹീം ബഹളം വെച്ചത്? ഗോവയിലെ BJP തകർന്നു പോയി, ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയതാണ്. ആസാമിൽ ഞങ്ങൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലല്ലോ, മണിപ്പൂർ കുറഞ്ഞില്ലല്ലോ. നിങ്ങൾ മണിപ്പൂരിൽ BJP അല്ലേ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം? നിങ്ങൾ പറഞ്ഞല്ലോ മണിപ്പൂരിൽ BJP സർക്കാർ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തകർന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നതല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം ആ നിലവാരത്തിൽ നിന്നു. പക്ഷെ നമുക്കൊന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ ഉത്തരം MA ബേബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ MA ബേബി പറഞ്ഞ ഉത്തരം പരിശോധിക്കുക. ത്രിപുരയിലേക്ക് പോകണ്ട. ത്രിപുര നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഞാൻ ആ ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്താണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഗോപാലകൃഷ്ണൻ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് പറയൂ. അതായത് മായാവതിയും അഖിലേഷ് യാദവും കൂടി ഒരുമിച്ച് കൂടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ആ ഒരുമിച്ച് കൂടിയത് കൊണ്ട് 2019 ഞാനിപ്പോ പൊളിറ്റിക്സിലേക്ക് വരികയാണ്. 2019 സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ടോൾ ലീഡറെ ലോകം കാണുന്നു, ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നു. ഇവിടെ ആരെ കാണുന്നു? മായാവതി എന്ന് പറയുന്നതും അഖിലേഷ് യാദവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അവിടെ എനിക്കൊരു സംശയമുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. അവിടെ ഒരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാലേ, നരേന്ദ്രമോദിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട, അദ്ദേഹത്തിന്റെ അത്ര വലുപ്പമില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ യോഗി ആദിത്യനാഥ്. 20 സ്ഥലങ്ങളിൽ നിരന്തരമായിട്ട് ചെന്ന് ഈ 2 മണ്ഡലങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദിക്ക് ശേഷം ലോകം കണ്ട ഒരു ഹിന്ദു നേതാവാണ് അദ്ദേഹം. ലോകം ആദരിക്കുന്ന, ആ നിലക്ക് ആദരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് കാണണം താങ്കൾ അവിടെ. അല്ല, ഗോരഖ്പൂരിലെ പരാജയത്തെ ഞാൻ വളരെ കൃത്യമായിട്ട് സനീഷെ, പരാജയമാണ്, വിജയമാണ്. പരാജയം എല്ലാവർക്കും സംഭവിക്കാം. ലോകത്തിൽ പരാജയം ഇല്ലാത്തവരാരുമില്ല. അതുകൊണ്ട് പരാജയം അവിടെ മോദിക്കും പരാജയം ഉണ്ടാകാം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതെ, മോദിക്കും പരാജയം ഉണ്ടാകാൻ 2019. താങ്കൾ പറയുന്ന തീസിസ് തന്നെയാണ് ശരി.
ആർക്കും പരാജയമുണ്ടാകാം, മോദിക്കും പരാജയമുണ്ടാകാം. അദ്ദേഹം കൃത്യസമയത്ത് പറഞ്ഞുകൊണ്ടാണ് ഇടപെടാഞ്ഞത്. അത് അദ്ദേഹം കൃത്യമായിട്ടാണ് പറഞ്ഞത്. ശ്രീ ഗോപാലകൃഷ്ണൻ, മോദിയെ പരാജയപ്പെടുത്തുമെന്ന ആത്മവിശ്വാസം റഹീമിനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ആത്മവിശ്വാസം അവരെ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യിക്കും. അല്ല, എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞത്. അതായത് താങ്കൾ പറയുന്നു, ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ പറയുന്നു, പരാജയം ആർക്കും സംഭവിക്കാം, മോദിക്കും സംഭവിക്കാം. മോദിക്കും പരാജയം സംഭവിക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ? അത് തിരിച്ചടിയാകും. ഞാൻ തിരിച്ചു വരാം, ഇടവേള ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ എ റഹീം, ഈ പ്രതിപക്ഷ ഐക്യം BJP-യെ തോൽപ്പിക്കാൻ പര്യാപ്തമാണ് എന്നതിനുള്ള തെളിവാണിതെങ്കിൽ, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ BJP പരാജയപ്പെടാനേ ഉള്ളൂ എന്നതാണ് അതിനുള്ള തെളിവാണെങ്കിൽ, BJP-യെ പരാജയപ്പെടുത്തലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ നിങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകളോട് വലിയ സഖ്യമുണ്ടാക്കുകയല്ലേ വേണ്ടത്? അതിനുള്ള തെളിവല്ലേ നൽകിയിരിക്കുന്നത്? അല്ല, അതിനുള്ള ഉത്തരം കൂടിയാണിത്. കോൺഗ്രസ് BJP ഇതരമായൊരു മൂവ്മെന്റിന് ഈ ഇന്ത്യയിൽ പ്രസക്തിയുണ്ട് എന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഒന്ന്. രണ്ട്, കോൺഗ്രസ് കഴിഞ്ഞ തവണ SP-യോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അമ്പേ പരാജയപ്പെടുകയായിരുന്നു ആ പരീക്ഷണം. കാരണം എന്താണ്? ഇവിടെ നേരത്തെ ശ്രീ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ചേർക്കുന്നു ശ്രീ ശ്രീജിത്ത് പറഞ്ഞതിൽ നിന്ന്, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് കോൺഗ്രസിലുള്ള അവിശ്വാസം കൂടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചിഹ്ന ഭിന്നമായി പോകുന്നതിൻ്റെ ഒരു കാരണം. അത്ര ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ആ നിരീക്ഷണം. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷം, ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ത്രിപുരയിൽ ഭരണം കിട്ടി, 1 മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് നിങ്ങൾ, ഒരു 24 മണിക്കൂർ മുമ്പ് നിങ്ങൾ പ്രതിപക്ഷത്തെ പോയിട്ട് പ്രതിഭകളെ പോലും തകർത്തെറിഞ്ഞ ആൾക്കാരാണ്. പ്രതിപക്ഷത്തെ പോയിട്ട് പ്രതിഭകൾ പോലും അവശേഷിക്കരുത് എന്ന് ആഗ്രഹിച്ച നിങ്ങളാണ് ഇന്ന് ഈ വന്നിരുന്നത് പറയുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗോരഖ്പൂർ ഒരു പ്രതീകമായിരുന്നു. അതായത് നിങ്ങളുടെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയായി നിങ്ങൾ UP ആണ് കാണുന്നത്. ആ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ എല്ലാ കാർഡുകളും നിങ്ങൾ പരീക്ഷിച്ച സ്ഥലമാണ്. അതിൻ്റെ ഐക്കണായിട്ടാണ് നിങ്ങൾ യോഗി ആദിത്യനാഥിനെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധതയുടെ അടയാളമായി കൂടിയാണ് ആ ഗോരഖ്പൂർ വായിക്കപ്പെട്ടത്. ആ ഗോരഖ്പൂരിലാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ വികസന നയങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുന്നതിന്റെ തെളിവ് കൂടിയാണ്. കോൺഗ്രസിനും BJP-ക്കും ഇത്തരമായ ഒരു സഖ്യത്തിന് താങ്കൾ ആ അഭിപ്രായത്തോട് യോജിക്കുമോ? എന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ തകർച്ച കൂടെ അവിടെ നിന്നുള്ള വിധിയിലുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇല്ലാതെ തന്നെയുള്ള ഒരു സഖ്യത്തിനാണ് BJP-യെ തോൽപ്പിക്കാനാവുക, കോൺഗ്രസിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? സനീഷ, ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തൽ, ഏറ്റവും വലിയ ശത്രു ഇന്ന് രാജ്യത്തിനും ജനങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുമായി നേരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ രാജ്യത്ത് RSS ഹിന്ദുത്വ ശക്തികൾ ഉയർത്തുന്ന, BJP ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളി തന്നെയാണ്. ആ വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളിയെ അതിജീവിക്കാൻ, അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ഇടതുപക്ഷം ശക്തിപ്പെടണം. തീർച്ചയായിട്ടും ഇടതുപക്ഷം ഒന്നിക്കണം. അവരോടൊപ്പം മതേതര ജനാധിപത്യ പാർട്ടികൾ വേണം. അതിന്റെ കൂടെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സിന്റെ കൂടി ഒരു ഒത്തുചേരൽ ഉണ്ടാവണം ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇവരെ പരാജയപ്പെടുത്താനുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ മതേതര പാർട്ടികളെ സോഷ്യൽ മൂവ്മെന്റ്സിനെ ചേർത്തുകൊണ്ട് പ്രതിരോധം തീർക്കണമെന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് CPI പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് സഖ്യം, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതത് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അതിനെ രൂപീകരിക്കണം എന്നുള്ളത്. അതല്ലാതെ ഈ രാജ്യത്തിന് മൊത്തമായ ഒരു ഒറ്റ ഫോർമുല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഈ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. നമുക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നേരത്തെ എവിടെയോ വായിച്ച ഒരു നിരീക്ഷണത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ അവർ പറയുന്നത്, ആ ലേഖനം എഴുതിയ കോളമിസ്റ്റ് പറയുന്നത്, ഇതാ നിങ്ങൾ സീറ്റ് ബെൽറ്റുകൾ മുറുക്കിയിട്ടുള്ളൂ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള വിധി ഉണ്ടാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിനുള്ള തെളിവാകുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് 2019 പോകുന്നത്, ഞെട്ടലുണ്ടാക്കുന്ന റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്നാണ് ഒരു നിരീക്ഷക, സ്വാഭാവികമായിട്ടും അവർ BJP വിരുദ്ധയാണ് എന്ന് തന്നെ വിചാരിക്കുക, എഴുതിയിരിക്കുന്നത്. ആ നിലക്ക് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്, തോറ്റുപോകും എന്ന് പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യം BJP-ക്ക് ഉണ്ട് എന്നതിനുള്ള തെളിവായിട്ട് ഈ 2-3 വിധികളെ കാണേണ്ടതുണ്ടോ? ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ ചർച്ച അവസാനിപ്പിക്കാം. സനീഷെ, ശ്രീരാമന് പകരം വെക്കാൻ ശ്രീരാമ മാത്രമേ ഉള്ളൂ. അതേപോലെ നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിക്ക് പകരം സീതാറാം യെച്ചൂരി ഉണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, വിശ്വസിക്കാം. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാരെ കൊണ്ട് നടക്കാം. അതൊന്നും കാര്യമില്ല. നേരത്തെ എന്റെ സുഹൃത്ത് മിസ്റ്റർ റഹീം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പ്രതിമയുടെ കാര്യം. മിസ്റ്റർ റഹീം, പിണറായി വിജയൻ ഇവിടെ ജയിച്ചപ്പോ ബഹുമാനപ്പെട്ട ആനിരാജ്, ഒരു മിനിറ്റ്, ഇവിടെ പിണറായി വിജയൻ ജയിച്ചപ്പോ
ആളെ തല്ലിക്കൊന്ന പ്രസ്ഥാനമാണ് നിങ്ങൾ. എവിടെ ആരെ പിണറായി സഖാവിന്റെ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. പിണറായി ആരെ തല്ലിക്കൊന്നു നഷ്ടാക്കുരുക്കാത്ത നുണ ഇങ്ങനെ പറഞ്ഞത് ശ്രീ ഗോപാലകൃഷ്ണ. ആരെ തല്ലിക്കൊന്നു നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മറ്റു വിഷയങ്ങളിലേക്ക് ധർമ്മടത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന CPM മറ്റു വിഷയങ്ങളിലേക്ക് പോയി. അവസാനം നഷ്ടാക്കുരുക്കാത്ത നുണയും പറയാനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടേത്. അതാ കണ്ടത് മഹാരാഷ്ട്രയിൽ. സമയക്കുറവുണ്ട്. ശ്രീമതി ആനിരാജ താങ്കളിലേക്ക് വരാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ എ റഹീം, ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീമതി ആനിരാജ, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും ഈ ചർച്ചയുടെ മറ്റു വശങ്ങളിലേക്ക് പോകേണ്ടതായി വരും. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും. വളരെ നന്ദി അതിഥികൾക്ക്. ഇടവേളയിലേക്ക്. SP BSP സഖ്യം മോദി പ്രഭാവത്തിന് വെല്ലുവിളിയോ എന്നതായിരുന്നു പ്രൈം ഡിബേറ്റിലെ ചോദ്യം. അതിന് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 84% പേരും അതെ എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. 16% മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. SP BSP സഖ്യം മോദി പ്രഭാവത്തിന് വെല്ലുവിളിയാണ് എന്ന അഭിപ്രായത്തിനാണ് ബഹുഭൂരിപക്ഷവും അതോടൊപ്പമാണ് നിൽക്കുന്നത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.